ഹായ് ഹലോ വെൽക്കം ടു സ്റ്റെനിയാസ് കിച്ചൺ. കുറേ നാളായില്ല അങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പോളീനെയും പിള്ളീനെയും കാണിച്ചുകൊണ്ടായിരിക്കാം നമ്മുടെ ആദ്യത്തെ ഒരു തുടക്കം. അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ചെറിയ ചെറിയ രീതിയിലൊരു മേക്ക് ഓവർ ആയിട്ടാണ് ഞാൻ തുടങ്ങുന്നത് തന്നെ കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചണിൻ്റെ ഭാഗമാണ്. കിച്ചണിൻ്റെ ഭാഗം നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു 3 വർഷത്തിന് മേലെ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ എനിക്കിങ്ങനെ അഴുക്കൊക്കെ ആയിട്ട് തോന്നി. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവിടെ ഒരു മേക്ക് ഓവർ വരുത്തി. എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഞാൻ ഈ വാൾപേപ്പർ മേടിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. കുറച്ച് ഭാഗം മാത്രം ഞാൻ ചെയ്തു. നമ്മൾ പാത്രമൊക്കെ വെക്കുന്ന ഭാഗം എനിക്കിങ്ങനെ നീറ്റായിട്ടിരിക്കണം. ഞാനിങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് കൊണ്ട് ഒന്നും തോന്നണ്ട, കാരണം എനിക്കങ്ങനെയാണ്, ഒരു അസ്വസ്ഥതയാണ്. അപ്പം ഞാനത് ഇങ്ങനെ നമ്മുടെ അടുക്കള മൊത്തം എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ മേക്ക് ഓവർ ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വീടും അടുക്കളയൊക്കെ ഞാനൊരു ആമസോൺ കാർഡാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അടുക്കളയിൽ എനിക്കൊരു ഫിഷ് ടാങ്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട് നമ്മുടെ ജോക്കുട്ടൻ്റെ അമ്മാമ്മ. അപ്പോൾ അതും ഞാൻ അടുക്കളയിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് കണ്ട ഒരു കാഴ്ചയാണ്, ഒരു ആക്സിഡൻറ്റ് ഉണ്ടായതാണ്. ഉറങ്ങിപ്പോയി, അതാണ് സംഭവിച്ചത്. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. അത് ആരാണെന്നോ എന്താണെന്നോ എന്നും അറിവില്ല, നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഞാൻ സ്കൂളിലേക്ക് പോയി. ഇന്ന് ഡുഡുവിനെ സ്കൂളിലേക്ക് ഒന്ന് കൊണ്ടാക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ ഞാൻ സ്കൂളിൽ വിടുന്ന സമയത്താണ് തിരിച്ച് വന്നത്. നമുക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എന്താ പറയുക, വല്ലാത്തൊരു ഫീലിങ്സാണ്. അതായത് പിള്ളേർ, ഒന്നാമത്തെ കാര്യം, ഞാൻ ടീച്ചർമാരുടെ അടുത്തും ഓരോരുത്തരുടെ അടുത്തും പോയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. പ്രത്യേകിച്ച് ഡുഡുവിൻ്റെ ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഇത് നമ്മുടെ സ്കൂളിലെ പുതിയ യൂണിഫോമാണ് കേട്ടോ. അതായത് ബുധനാഴ്ച ദിവസം അവർക്ക് സ്പെഷ്യൽ യൂണിഫോമാണ്. അപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയമായപ്പോൾ ഓരോ ക്ലാസ്സുകാർ, അതായത് LKG UKG, അവർ മിക്കതും അവർ വീട്ടിൽ നിന്ന് തന്നെയാണ് കൊണ്ടുവരിക. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ടാണ് ഫുഡ് നമ്മളിങ്ങനെ ഓരോരോ ക്ലാസ്സുകളായിട്ടാണ് ഫുഡ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കൊടുത്തു കുട്ടികൾ ഓരോരുത്തരായിട്ട് പ്രാർത്ഥിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിള്ളേർക്ക് പിന്നെ എന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അത് പറയുമ്പോൾ എനിക്കൊരു പ്രത്യേക ഒരു സന്തോഷം. കാരണം അത് ഞാൻ ചെല്ലുമ്പോൾ അവരെന്നോട് കാണിക്കുന്ന ഒരു സ്നേഹം വളരെ നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹമാണ്. ഞാൻ അവർക്കൊന്നും ചെയ്തിട്ടല്ല, പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ സ്കൂളിൽ പോയ ദിവസം എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു. ഓരോ കുട്ടികളും ഓടി വരുന്നു, സ്റ്റെനി ആൻറ്റീന്ന് വിളിക്കുന്നു ഒക്കെ കൂടിയിട്ടാണ്. അപ്പോൾ ഉണ്ട്, ഞാനിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് ടീച്ചർമാരുടെ അടുത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പരിചയമുള്ളൊരു മുഖം അവിടെ HMനോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നിനിത, അവളെന്തോ ഒരാവശ്യത്തിന് വന്നതാണ്. അപ്പം പിന്നെ പറയും വേണ്ട, ഞങ്ങൾ രണ്ടാളും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ലോകം മുഴുവനുള്ള വർത്താനം പറയും. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അവളുടെ വീട്ടിൽ പാമ്പിനെ കണ്ടെന്നും പറഞ്ഞിട്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അമ്മമാരായതുകൊണ്ട് തന്നെ കുട്ടികളുടെ ക്ലാസ്സിലെ എങ്ങനെയാണ് അവർ പെരുമാറുന്നത്, എങ്ങനെയാണ് അവരെ പഠിപ്പ്, അതൊക്കെ നമ്മൾ എന്താ പറയുക ചോദിക്കും കേട്ടോ. അതിപ്പോൾ അവളായാലും ഞങ്ങൾ ഓരോരുത്തരുടെ സീനിയർ ആയാലും ഒക്കെ ചോദിക്കും. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് അറിയാതെ കണ്ടപ്പോൾ എനിക്ക് അവളുടെ ബാക്ക് കാണിച്ചു തന്നതാണ്. എൻ്റെ മുഖം നീ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് അവരൊരു ക്ലാസ് റൂം. ഇത് 4ാം ക്ലാസ്സാണ്. അപ്പോൾ അവർ ചെയ്ത ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതുപോലെ അവരുടെ പാഠഭാഗത്തോടനുബന്ധിച്ച് വിത്തുകൾ മുളപ്പിക്കുന്ന അങ്ങനെയുള്ള കുറച്ച് ഇതുണ്ട്. അപ്പോൾ ഓരോ കുട്ടികളും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ജല്ലയുടെ അവിടെ ഇങ്ങനെ വെച്ചപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടാണ്. എൻ്റെ ഒരുപാട് ഇഷ്ടമായി എന്നുള്ളത് കൂടിക്കൂടി വരുന്നു. ഞാനത് കുറയ്ക്കാൻ ശ്രമിക്കാം. അപ്പോൾ അതേ ടീച്ചറെടുത്ത് മക്കളുടെ ഓരോ വിശേഷങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിനിതയ്ക്ക് 3 കുട്ടികളാണ്. അതിലൊരാൾ നമ്മുടെ സ്കൂളിലില്ല, വേറെ സ്കൂളിലാണ്. ബാക്കി 2 പേരുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരോ ക്ലാസ്സിലും കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ നമ്മൾ ടീച്ചർമാരുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കും. പിന്നെ എല്ലാ ടീച്ചർമാരോടും നമ്മൾ വിവരം, അന്വേഷണം അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അതങ്ങനെയാണല്ലോ വേണ്ടത്. നമ്മളെല്ലാവരും ഒരുപോലെ തന്നെയാണല്ലോ കാണേണ്ടത്. പിന്നെ ഉച്ചസമയം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഷേലയമ്മ പറഞ്ഞു ചോറുണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. രാവിലെ ഞാൻ ഡുഡുവിന് സ്കൂളിലാക്കാൻ വന്ന ഇപ്പോൾ ഉച്ചഭക്ഷണവും കഴിഞ്ഞ് സ്കൂള് എന്താ പറയുക വിടാറായപ്പോഴാണ് തിരിച്ചു പോകുന്നത്. പക്ഷേ നമ്മുടെ സ്കൂളിലോട്ട് വരുമ്പോൾ നമുക്കൊരു വീട്ടിലേക്ക് വരുന്ന ഒരു ഫീലിംഗ് ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇറങ്ങിപ്പോന്ന് വരെ പറഞ്ഞാൽ ഞാൻ പോവില്ല, കാരണം എനിക്ക് അത്രയും അറ്റാച്ച്മെൻ്റാണ് എൻ്റെ ഓരോ പിള്ളേരും. അതുപോലെ നമ്മുടെ HMാണ് കുട്ടികൾക്ക് ഫുഡൊക്കെ ഇപ്പോൾ കൊടുത്തത് കേട്ടോ. വീഡിയോയിൽ നിങ്ങൾ കണ്ടത് ടീച്ചർമാരും അവിടെ നിന്ന് തന്നെയാണ് ഫുഡ് കഴിക്കുന്നത്. അല്ലാതെ ടീച്ചർമാർക്ക് സ്പെഷ്യലായിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. നമ്മുടെ ഷേലിയമ്മയുടെ കറി സൂപ്പറായിരുന്നു. ഇന്ന് മോരുകറി ആയിരുന്നു. മോരുകറി, പിന്നെ മുതിരപ്പേരി, പിന്നെ മുട്ട കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ.
അപ്പം ഇത് നമ്മുടെ അയോധ്യ കുട്ടിയാണ്. അയോധ്യ കുട്ടിക്ക് ഒരു പരാതിയുണ്ട്. പ്രത്യേകിച്ച് ഞാൻ വന്നു കഴിഞ്ഞാൽ അവൾക്ക് എൻ്റെ കൂടെ ഇരുന്ന് ചോറുണ്ണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ചൊരു എന്താ പറയുക കൂടുതലുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അവൾ ചോറുണ്ണായിരുന്നു. എന്നെ കണ്ടപ്പോൾ അവിടെ നിന്ന് ഏറ്റു വന്നു. അപ്പോൾ ടീച്ചറോട് പറയുകയാണ് എനിക്ക് സ്റ്റെനി ആൻറ്റീൻ്റെ കൂടെ ഉണ്ണണം, എനിക്ക് സ്റ്റെനി ആൻറ്റീൻ്റെ കൂടെ ഇരിക്കണം എന്നൊക്കെ. അപ്പോൾ അവളെ അതൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. പിന്നെ ദേ അവിടെ 2ാം ക്ലാസ്സുകാർ ഇരുന്ന് ചോറുണ്ണാണ് കേട്ടോ. എല്ലാവരും കഴിഞ്ഞു. അവരിങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കണം. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഡൂഡും ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ എന്നെ ഞോണ്ടി എന്നെ പിച്ചി എനിക്കത് തന്നില്ല, എനിക്കിത് തന്നില്ല, അതുകൊണ്ട് ഭയങ്കര പരാതികളാണ്. അപ്പോൾ ഓരോരോ ടീച്ചർമാരും വന്ന് അത് പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷേളിയമ്മ വന്ന് എല്ലാതും നോക്കുകയാണ്, എന്താണ് അവിടെ എന്തെങ്കിലും കുറവുകളോ കൂടുതലുകളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. പിന്നെ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാത്ത കുട്ടികൾക്ക് ടീച്ചർമാർ വാരി കൊടുക്കട്ടോ. അത് എന്താ പറയുക, നമ്മൾ ഒരു അമ്മമാർ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ അങ്ങനെ ആലോചിക്കുന്നു, ടീച്ചറായാൽ മതിയായിരുന്നു. പക്ഷേ ടീച്ചറാവാൻ കുറേ പഠിക്കണ്ടേ, അതിനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല എന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ പോയത് LKG UKGയിലാണ്. അപ്പോൾ നമ്മുടെ UKGയിലും നിനിതേര കൊച്ചു പഠിക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ കൊച്ചിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചെന്നായിരുന്നു. അപ്പോഴും അവളെനിക്ക് നീ എൻ്റെ ഫ്രണ്ട് ഭാഗം എടുക്കല്ലേ ഞാൻ നല്ല കോലത്തിലല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ വീഡിയോ എടുക്കൂട്ടാ. പിന്നെ ഇത് UKG LKG ക്ലാസ്സുകാരാണ്. അപ്പോൾ LKG തൊട്ടല്ലേ കുഞ്ഞു ഉണ്ണിയോള്. അപ്പോൾ അവർക്ക് ചോറുണ്ണാൻ മടിയുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ LKG ടീച്ചർ നമ്മുടെ ഡിസി ടീച്ചറാണ്. അതുപോലെ UKG നമ്മുടെ ജെസ്സി ടീച്ചറാണ് കേട്ടോ. അപ്പോൾ ഡിസി ടീച്ചർ കുട്ടികൾക്ക് ഭക്ഷണം വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ വേണ്ട ഞാൻ പറഞ്ഞു നല്ല കാര്യമല്ലേ, ടീച്ചർമാർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളല്ലേ, അതിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഞാൻ തന്നെ ടീച്ചർ അറിയാതെ വീഡിയോസൊക്കെ എടുക്കാൻ കേട്ടോ. അപ്പോൾ ഓരോ കുട്ടിക്കും ഓരോന്നും പറഞ്ഞ് അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് മുഴുവനായിട്ടും അവരെ കഴിപ്പിക്കും എന്ന് വിചാരിച്ചിട്ട് കുത്തി നിറച്ച് കഴിപ്പിക്കുന്നല്ല, കഥകളും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ കഴിപ്പിക്കും. സത്യം പറയാലോ, ഞാൻ ടീച്ചറോട് ചോദിച്ചു, ടീച്ചർ എനിക്ക് ഒരു അഡ്മിഷൻ തരുമോ, ഞാനിവിടെ വരട്ടെ, ഞാൻ രാവിലെ ഇവിടെ വന്നിരുന്ന് ഉച്ച കഴിയുമ്പോൾ പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ ഷേളിയമ്മ പറഞ്ഞു 4:45 വരെ സമയം തരാം, അത് കഴിഞ്ഞാൽ നീ ഇവിടുന്ന് ഒപ്പോയോണം, കാരണം ഞാൻ ഗേറ്റൊക്കെ പൂട്ടിയിട്ട് പോകുമെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ രസമാണ് നമുക്കിങ്ങനെ ഇരിക്കാനൊക്കെ. അപ്പോൾ അതേ നമ്മുടെ ജെസ്സി ടീച്ചർ, അപ്പം നമ്മൾ ഇവളുടെ വീട്ടിൽ പാമ്പ് കയറിയ കാര്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഈ പെൺകുട്ടിയാണെങ്കിൽ പേടിച്ച് വിറച്ച് ഒരു മാതിരിയായിരുന്നു. സത്യം പറഞ്ഞ് ഇതിന് വല്ല അറ്റാക്ക് വരാമെന്നായിരുന്നു എനിക്ക് പേടി. പിന്നെ അത് വനം വകുപ്പൊക്കെ വന്ന് കൊണ്ടുപോയിട്ട് ആ സംഭവം നമ്മളായാലും ഇപ്പം നമ്മൾ പറയുമ്പോൾ തമാശ, പക്ഷെ ആ സമയത്ത് ഇപ്പോൾ ഞാനായാൽ പോലും പെട്ടെന്നൊന്നും ഞെട്ടും. നമ്മൾ ഉത്തരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കണം കാണുമ്പോൾ ഹലോ എന്ന് പറയുമ്പോൾ പാമ്പ് മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ആരായാലും ഒന്ന് പേടിക്കും കേട്ടോ. ഞങ്ങൾ ഫ്രണ്ട്സും പിന്നെ അങ്ങനെ എല്ലാം ഓപ്പണായിട്ട് പറയുന്ന ആൾക്കാരാണ്. ഞങ്ങളെല്ലാം തമാശയൊക്കെ പറയുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അതേ കുട്ടികൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ടീച്ചർ അവരുടെ ചോറും പാത്രം നല്ല നീറ്റായിട്ട് കെട്ടി കുട്ടികളെ മുഖം കഴുകിച്ചു. പിന്നെ നമുക്കവിടെ ആയമാരില്ല, മീൻസ് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടില്ല. അപ്പോൾ ടീച്ചർമാർ തന്നെയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ LKG UKG ടീച്ചർമാരൊക്കെ എന്താ പറയുക, നമ്മൾ നമിക്കണം. അതുപോലെ ഓരോ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. പിന്നെ ഇതേ നമ്മുടെ സ്കൂളിൽ ഷുഗർ ബോർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയതായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ജ്യൂസ് അല്ലെങ്കിൽ 7up അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ കുടിക്കുന്നതിൽ എത്ര ശതമാനം പഞ്ചസാര ഉണ്ടെന്നൊക്കെ കുട്ടികൾക്ക് ബോധവൽക്കരണമാണ് കേട്ടോ അത്. അപ്പോൾ ടീച്ചർ ഞങ്ങളോടും പറയായിരുന്നു, നിങ്ങളും ഇത് വായിക്കണം, കുട്ടികളും മാത്രമല്ല എന്നുകൊണ്ട് ഞങ്ങളവിടെ പിടിച്ച് നിർത്തി. അപ്പോൾ ഇത് നമ്മുടെ നന്ദുട്ടനാണ് നമ്മുടെ സ്കൂളിൽ ഈ വർഷം നമ്മുടെ സ്കൂളിലെ കുട്ടിയെ ആയിരുന്നു. പക്ഷേ കുട്ടിയായിരുന്നത് ഇവരുടെ അമ്മ. ഇപ്പോൾ അവരും ഇവിടെ പഠിക്കാൻ വന്നോട്ടെ. അപ്പോൾ എന്നോട് പറയാണ്, സ്റ്റെനി ആൻറ്റി ഒന്ന് വീട്ടിലേക്ക് വാ, സ്റ്റെനി ആൻറ്റി പ്ലീസ്, സ്റ്റെനി ആൻറ്റി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ സ്കൂളിലെ എല്ലാ പിള്ളേരും ഫസ്റ്റ് കാണുമ്പോൾ നമ്മളൊരു ഹൈഫൈയിലാണ് തുടക്കം. അപ്പോൾ അവർക്കത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ എന്നോട് പറയാൻ മറക്കാണ്ട് വരണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനതൊന്നും വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇപ്പോൾ ഈ വർഷത്തെ നമ്മുടെ പുതിയ മെനു, അതായത് എന്താണ് ഓരോ ദിവസത്തെ വിഭവങ്ങൾ എന്നുള്ളത് അവിടെ എഴുതി വെക്കണം. പിന്നെ അതേ നമ്മൾ സിൽവർ സ്ട്രോമിൽ പോയപ്പോൾ നമുക്ക് കിട്ടിയ നോട്ടീസ് ബോർഡാണ്. അപ്പോൾ അതൊക്കെ വെച്ചു. പിന്നെ നമ്മൾ സ്കൂളിൽ കുറച്ച് നേരം ഇരുന്ന് ഒക്കെ സ്കൂൾ വിടാറായപ്പോൾ ഞാനും അവളും കൂടി ഇങ്ങോട്ട് എൻ്റെ BMW ഇങ്ങോട്ട് പോന്നു. പിന്നെ നമ്മൾ ഡുഡുവിനെ കാത്തിക്കണ സമയമാണ്. ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല കേട്ടോ, ഭയങ്കര ഇരുട്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഇടിഞ്ഞൊഴിഞ്ഞ് വീഴാവോന്ന് വിചാരിച്ചു. പിന്നെ ഒരു ആഗ്രഹം എന്നുള്ളത് അപ്പയും കൂടിയും വന്നിട്ട് അങ്ങനെ പോകാനാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കാത്തു നിന്ന് ഡുഡുവിൻ്റെ ബസ് വന്നു.
അപ്പോൾ അവന് സന്തോഷം. ഞാൻ സത്യം പറഞ്ഞ് ഇപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കാറില്ല, ഞാൻ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുള്ളൂ കേട്ടോ. പക്ഷേ ഇവിടെ വന്നിറങ്ങുമ്പോൾ അവന് ഭയങ്കര ഹാപ്പിയാണ് ആൾ. പിന്നെ അവൻ്റെ കുട നിവർത്തലും ചുരുക്കലും സംഭവം ഞാനിപ്പോൾ തന്നെ സ്കൂളിൽ നിന്ന് വന്നോളൂ കേട്ടോ, അത് വേറെ കാര്യം. അങ്ങനെ നമ്മൾ സ്കൂളിൽ നമ്മുടെ ബസ് പോയി. പിന്നെ ഇതേന്ന് അവൻ മഴയില്ലെങ്കിലും കുട നിവർത്തലും ഇപ്പോൾ കണ്ണ് തെറിച്ച് പോയാനെ. ഈ കുടയൊക്കെ നിവർത്തുമ്പോൾ സൂക്ഷിച്ചും കണ്ടും ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യില്ല. പിന്നെ നമ്മളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നു. ഇനി പിന്നെ നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ നമ്മുടെ ജോക്കുട്ടൻ, എൻ്റെ ജോക്കുട്ടനും പിന്നെ ഈ കുട്ടനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരങ്ങനെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ഒരു 5 മണിയായപ്പോൾ നമ്മൾ ട്യൂഷന് പോകേണ്ട കാര്യത്തിലായി. നമ്മൾ വന്നു കുളിച്ചു, ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ ട്യൂഷന് അപ്പോൾ ട്യൂഷന് പോണ സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് മടിയുണ്ട്. ഞങ്ങളെപ്പോഴും പറയും പോണില്ല, അന്ന് പോണില്ല എന്നാൽ ഞങ്ങളിങ്ങനെ പാട്ട് തുടങ്ങും. ആ സംഗീത കച്ചേരി ട്യൂഷൻ്റെ എന്താ പറയുക, ട്യൂഷൻ ക്ലാസ്സിൻ്റെ ഫ്രണ്ടിൽ എത്തുന്ന വരെ അതിങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. എനിക്കാണെങ്കിൽ എനിക്ക് പ്രാന്ത് വരും. ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ എനിക്ക് എന്ത് കലിയാണെന്നറിയോ. പിന്നെ ഇങ്ങനെ നടന്ന്, മഴ ആയതുകൊണ്ട് ഞങ്ങളിങ്ങനെ നടന്നാണ് പോവുക. അപ്പോൾ പോകുമ്പോൾ അവൻ്റെ ക്ലാസ്സിലെ കുട്ടീനെയൊക്കെ കിട്ടി. അപ്പോൾ അവൻ ഡീസൻ്റ് ആയിട്ടാണ്. പിന്നെ ഞാൻ അവൻ്റെ പിണക്കം മാറ്റാനായിട്ടൊക്കെ ഓരോ ഗോഷ്ഠികളൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഞാൻ എന്ത് തന്നെ ഉണ്ടായാലും ഞാൻ ട്യൂഷന് വിടും, സ്കൂളിൽ വിടും. അത് എന്താ പറയുക, ആ പരിപ്പ് എൻ്റെ അടുത്ത് വേവൂല. ഞാൻ എന്ത് തന്നെ ആയാലും വിടും. വയ്യായികയാണെങ്കിൽ മാത്രം വിടില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പിടിച്ച് വലിച്ചിട്ടായാലും ഞാൻ കൊണ്ടുപോകും കേട്ടോ. എനിക്ക് അങ്ങനത്തെ ഒക്കെ കുറച്ച് സ്വഭാവങ്ങളുണ്ട്. പിന്നെ നമ്മളതേ ട്യൂഷനെ കൊണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്യൂഷന് പോകുന്ന വഴി. ഒരുപാട് കുട്ടികളുണ്ട്. ഇനിയും ഒരുപാട് കുട്ടികളൊക്കെ വന്ന് നമ്മുടെ ഡിസി ടീച്ചറില്ലേ, LKGയിലത്തെ ടീച്ചർ, ആ ടീച്ചർ വീട്ടിൽ ട്യൂഷൻ എടുക്കുന്നതാണ് കേട്ടോ. നന്നായി പഠിപ്പിക്കും. അപ്പോൾ ഇനിയും അത് വലിയൊരു സെൻ്ററായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ട്യൂഷന് പോകുമ്പോൾ ആൾക്ക് ഇവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താണെന്നറിയില്ല, ആ ബാധ അങ്ങോട്ട് പോവും. പിന്നെ ആൾ നല്ല കുട്ടിയായിട്ടാണ്. പിന്നെ തന്നെ ചെരുപ്പ് ഊരി വയ്ക്കും. ചെരുപ്പൊക്കെ ഊരി വയ്ക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. എല്ലാം അവനിങ്ങനെ നീറ്റായിട്ടിരിക്കണം. ഇച്ചിരി എന്താ പറയുക, എൻ്റെ കുറച്ച് OCD ഒക്കെ അവന് കിട്ടിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതയാൾ എന്താ പറയുക, ക്ലാസ്സിലേക്ക് കയറിപ്പോയി. പിന്നെ ഞാൻ തിരിച്ചിങ്ങനെ ഒറ്റയ്ക്ക് നടന്നിങ്ങനെ വന്നു. സത്യം പറഞ്ഞാൽ വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർ പോകുമ്പോൾ ഉള്ള കരച്ചിലൊക്കെ കാണുമ്പോൾ. പക്ഷേ അത് അവരുടെ നല്ലതിനാണല്ലോ. വലുതായി കഴിഞ്ഞിട്ട് അവൻ പറയില്ലേ, ഈ അമ്മ പണ്ട് തന്നെ അങ്ങോട്ട് വിടാത്തോണ്ടല്ലേ ഞാനിങ്ങനെ ആയേന്ന്. പക്ഷെ അതങ്ങനെ പറയാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കും. പിന്നെ എനിക്കൊരു നിർബന്ധമുള്ള കാര്യം, അത് ഞാൻ എപ്പോഴും പറയും, മക്കൾക്ക് വേണ്ടി സമ്പാദിച്ച് വെക്കുക എന്നുള്ളത് എൻ്റെ നിഘണ്ടുവിലില്ല. അവർക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുക. അതല്ലാതെ അവർക്ക് വേണ്ടി സമ്പാദിക്കുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടാവില്ല. സത്യം പറഞ്ഞാൽ അവർ അധ്വാനിച്ച് അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നത് മാത്രമാണ് അവർക്ക് എന്താ പറയുക നിലനിൽക്കുള്ളൂ. അപ്പോൾ ഇതേ നമ്മുടെ ആമസോൺ കാർഡ് കണ്ടോ, ഓരോന്ന് അങ്ങനെ പച്ചപ്പിടിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പയറൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. പയറൊക്കെ കിട്ടിയിട്ടാണ് ഞാൻ ഉപ്പേരി വെച്ചു. അതുപോലെ വഴുതനങ്ങ, അമരക്കായൊക്കെ കിട്ടി. അപ്പോൾ എനിക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ചെടി ഇനിയൊന്ന് വെയിലാവുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ എനിക്കൊന്ന് ഭംഗിയിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒന്നും തൊടാൻ പറ്റില്ല, ഇപ്പോൾ മഴക്കാലമാണ്. പിന്നെ ഇതേ നമ്മുടെ ലിസിമോള് ഞാൻ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തുണിയൊക്കെ എടുത്തിടാണ്. എൻ്റെ അമ്മയാണ് കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ വന്നു. പിന്നെ എൻ്റെ ഫിഷ് ടാങ്കൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചു. ഇന്നത്തെ ദിവസം ഇത്രേ ഉള്ളൂ. ചെറിയൊരു സന്തോഷം അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. മഴയാണ്, പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ച് പോവുക. അപ്പോൾ അങ്ങനെ ബൈ.